ചോദിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ സ്റ്റെപ്പിനി എവിടെയാണ് വെക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ ട്രെയിലറിൻ്റെ നമ്പർ പ്ലേറ്റ് എങ്ങനെയാണ് മാച്ച് ചെയ്യണേ, എങ്ങനെയാണ് ചെയ്യണേ ബ്രോ എന്നൊക്കെ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ട്രെയിലർ വേണമെങ്കിലും മാറ്റി മാറ്റി എടുക്കാം. ഇൻ കേസ് നമ്മളിപ്പോൾ വേറെ ട്രെയിലർ ഇവിടുന്ന് മാറി എടുക്കാന്നിരിക്കട്ടെ. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കാലിഫോർണിയയിലെ ഒബേൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ. എന്തായി എല്ലാം നടക്കുമോ? ഓൾമോസ്റ്റ് ആയോ? നമ്മൾ ലോഡ് ഇറക്കാൻ കിടക്കാൻ തുടങ്ങിയിട്ട് സമയം 6-7 മണിക്കൂറായല്ലേ? ആ 1 മണിയല്ലല്ലോ, ഇവിടുത്തെ 2 മണിയായി. അല്ല 1 മണിയായി. 1 മണി. ആ അവിടെ ഇതുണ്ട്, അവിടെ ഇരുന്നിടത്താ രാവിലെ ലോഡ് ഇരുന്നു. അപ്പം അതാണ് അവർക്ക് ഇറക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. സാധനം കച്ചവടം നടക്കണമല്ല. കാനഡയിലേക്ക് കച്ചവടത്തിന് പോയ സാധനം എന്തോ കാരണം കൊണ്ട് റിട്ടേൺ വന്നേക്കണം. അപ്പം അത് ഇവർ തിരിച്ചെടുക്കുന്ന. അപ്പം ഇവിടുന്ന് കച്ചവടം നടക്കുന്ന സാധനങ്ങളാണ് ഇവർ കയറ്റി വിടാൻ ഇൻട്രസ്റ്റ്. അവരെയൊക്കെ ആദ്യം കയറ്റി വിട്ടിട്ടേ തിരിച്ചെടുത്ത് വെക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഉണ്ടില്ലേ അല്ലേ? രാവിലെ വെതർ എങ്ങനെ ഉണ്ടായിരുന്നു? രാവിലെ മൊത്തത്തിൽ കുഴപ്പമില്ല, പക്ഷേ ട്രക്കിൽ കുറച്ച് സ്നോ ഒക്കെ വീണ്. അല്ല, നമ്മൾ വന്നപ്പോൾ തന്നെ വെറ്റാ വീണ് കിടപ്പുണ്ടായിരുന്നു. അതെ സൈഡൊക്കെ. അപ്പോൾ എനിക്കൊന്ന് വെതർ അല്ല ടെമ്പറേച്ചർ ഏകദേശം 0-1 ഒക്കെ ആയിരുന്നു. ആ ടോപ്പിൽ മാത്രമേ ഉള്ളൂ. ടോപ്പിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ താഴോട്ടും 10 കിലോമീറ്റർ രണ്ട് സൈഡിലോട്ടും. ഓ അത് ശരി. റെസ്റ്റ് ഏരിയ ഇല്ലേ? റെസ്റ്റ് ഏരിയയിൽ ഇല്ല, അതൊന്നുമില്ല. ഇന്നലെ അല്ല, റോഡ് വെറ്റാ. ഞാൻ പറഞ്ഞ സൈഡിൽ ഇങ്ങനെ മാറ്റി കിടക്കുന്നതിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഏപ്രിൽ മാസം 5-ാം തീയതി കേട്ടോ. ഏപ്രിൽ അല്ല, മെയ്. മെയ് മാസം 5-ാം തീയതി. അപ്പോൾ ഇപ്പോഴും സ്നോ ഉള്ള സ്ഥലങ്ങളാണ് ഈ ട്രക്കി എന്ന് പറയുന്നത്. ഞാൻ ഇട്ടോളാം. ഞാൻ പിയോടെ വെച്ചേക്കാം. സാറിന് ഡോർ അടയ്ക്കുമോ? ഓക്കെ, ഇതങ്ങ് വെച്ചേരാ കേട്ടോ. എവിടെ? അവിടെ എവിടെയെങ്കിലും ചുമ്മാ വെച്ച് നിങ്ങൾ അടക്കണൊക്കെ എടുത്തു. അങ്ങനെ. അപ്പം നമ്മുടെ POD അയച്ചിട്ടുണ്ട്. ഡോർ അടച്ചു അല്ലേ? നമുക്ക് സ്റ്റാഫ് വല്ലതും ഉണ്ടോ? പറയില്ല, ഒന്നുമില്ല. ഇത് കഴിയുമ്പോൾ അങ്ങോട്ടേലും പൊക്കോളാൻ പറഞ്ഞിട്ട് വല്ലതും ഉണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, അതെല്ലാം ആ പുള്ളിക്കാരത്തി ഫെയർഫീൽഡ് എന്നുള്ള ഇത് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇവർ ഇതിൻ്റെ ലൊക്കേഷൻ തരണ്ടേ? നമുക്ക് PCSൻ്റെ അകത്തൊന്നും വന്നിട്ടില്ല. Hey, good, thank you. We had sent POD. Can you please confirm if it's okay? Yeah, okay. Do we have any destination to go to or something? ഇങ്ങോട്ടാ? ഫെയർഫീൽഡ്, കാലിഫോർണിയ. ആംകോർ പെറ്റ് പാക്കേജിങ്. അതിൻ്റെ അത് സമയം വല്ല കൊടുത്തിട്ടുണ്ടോ? ഓ 5 to 9 PM. അല്ല, 12 PM to 2 PM വരെയോ? 2 PM ഉള്ളൂ. ഇവിടെ ഇതായില്ലേ? നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അല്ലേ? അല്ല, ഇപ്പം ഇവിടെ കിടന്നിട്ട് തന്നെ ആരും അല്ലേ? അത് പോവാം. മറ്റേ ആ പുള്ളിക്കാരത്തിൻ്റെ നമ്പർ വിളിച്ച് നോക്കട്ടെ. അല്ല, പോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ലോഡ് കിട്ടിയിട്ടുണ്ട്. ഫെയർഫീൽഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ലോഡ് വന്നേക്കുന്നത്. ഓ, എയർ ലോയാണല്ലോ. അത് ഡയറക്ഷൻ കണ്ടോ? അപ്പോൾ അങ്ങോട്ടാ ഒരാൾ വരുന്നുണ്ട്. തിരക്കൊന്നും ഇല്ലാത്തൊരു ശാന്തമായ സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? രാവിലെ തിരക്കുണ്ടായിരുന്നോ? ഇല്ല, ഈ ഏരിയയിലോട്ട് ഇങ്ങനെ തിരക്കില്ല. താറാവുകൾ, വെള്ളച്ചാട്ടങ്ങൾ. നമ്മളിപ്പോൾ ഉള്ള ഈ ഒബേൺ എന്ന് പറയുന്ന സ്ഥലം, നമ്മൾ ഇത്രയും വന്നുകൊണ്ടിരുന്ന ആ ഒരു ഇൻഡസ്ട്രിയേറ്റ് 80 എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങ് ഏതാ
ഇലിനോയ് ആ ഒരു തുടക്കത്തിൽ നിന്ന്, ഇൻഡ്യാന ഇലിനോയ് ആ ഒരു ഏരിയയിൽ നിന്ന് അവിടം തൊട്ട് ഇവിടം വരെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ 80യുടെ സൈഡിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് ഈ ഓബേൺ. ഇവിടുന്ന് നമുക്ക് 131 കിലോമീറ്ററാണ് ഇപ്പോൾ പിക്കപ്പ് എടുക്കാൻ പോകുന്ന ഫെയർഫീൽഡിലേക്കുള്ളത്. ഇവിടെ ഇന്നിപ്പോൾ 16 ഡിഗ്രിയാണ് ഉള്ളത് കേട്ടോ. ആക്ച്വലി 16 ഡിഗ്രി ഉണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് സണ്ണില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ചെറിയ തണുപ്പാണ് ഉള്ളത്. ഒപ്പം ചെറിയൊരു കാറ്റുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാലിഫോർണിയയിലുണ്ടല്ലോ, ഒരു വണ്ടി മറ്റൊരു ട്രെയിലറോ എന്തെങ്കിലും ടോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും, അതിപ്പം ട്രക്ക് തന്നെ ആവണമെന്നില്ല, ഇപ്പോൾ കാറും കൊണ്ടാണെങ്കിലും ചെറിയ ട്രെയിലറുകളൊക്കെ ടോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അല്ലെ ക്യാമ്പറും ക്യാരവാനും ഒക്കെ. അങ്ങനെ എന്ത് സാഹചര്യത്തിലും ടോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ സ്പീഡ് ലിമിറ്റ് 55 മൈൽസ് പെർ അവർ ആയിട്ട് കുറയും. അല്ലെങ്കിൽ സാധാരണ ഇതിൽ 65 മൈൽസ് പെർ അവർ ഒക്കെയാണ് ഇവിടുത്തെ യൂഷ്വൽ സ്പീഡ് ലിമിറ്റ് കേട്ടോ. അപ്പം സാധാരണ ഇതിൽ 55 മൈൽസ് പെർ അവർ എന്ന് പറഞ്ഞാലും ആൾക്കാരൊരു 60-ലും 62-ലും 65-ലും ഒക്കെ പോവാറുണ്ട്, പ്രത്യേകിച്ച് ട്രക്കുകൾ. കാരണം എന്ന് വെച്ചാൽ എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങും എത്തുള്ളൂ. 55 മൈൽസ് പെർ അവർ എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി സമയം എടുക്കും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും സാധാരണ ഇതിൽ നമ്മൾ നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ലൈനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ പോലീസുകാർ 65 വരെയൊക്കെ കണ്ണടച്ച് വിടാറുണ്ട്, അല്ലെ 63 വരെ 62 വരെയൊക്കെ കണ്ണടച്ച് വിടാറുണ്ട്. പക്ഷെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്പീഡ് ലിമിറ്റ് കൂടുതൽ പോകുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള സ്പീഡ് ലിമിറ്റിൽ പോകുന്നവർ ആ ലൈൻ ബ്ലോക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ലൈൻ മാറി ഓടിക്കുമല്ലോ. അപ്പോൾ ഈ നടുക്കത്തെ ലൈനാണെങ്കിൽ കൂടെ പോകുമ്പോഴത്തേക്കും ലൈൻ ട്രാഫിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ എനിക്ക് മനസ്സിലാക്കുന്നത് സ്പീഡിനേക്കാൾ ഉപരി റോങ് ലൈനിലാണ് ട്രക്കുകൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പോലീസ് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പോലീസ് എന്ന് പറയുമ്പോൾ സാധാരണ പോലീസല്ല, ട്രക്കുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊമേഴ്സ്യൽ സെക്ഷനിൽ ഒരു പ്രത്യേക സ്ക്വാഡ് തന്നെയുണ്ട് കേട്ടോ. ഈയിടെയായിട്ട് ട്രക്കിംഗ് ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ടായിരുന്നു കാലിഫോർണിയയിൽ ആ ഒരു നിയമം ശക്തമാക്കി ഭയങ്കരമായിട്ട് എല്ലായിടത്തും ഭയങ്കരമായിട്ടൊരു ചെക്കിംഗ് ഉണ്ടെന്നൊക്കെ. കുറേ പേർക്കൊക്കെ ടിക്കറ്റ് കിട്ടി. കാലിഫോർണിയയുടെ മെയിൻലാൻഡിലേക്ക് എടുക്കുമ്പോഴത്തേക്കും പയ്യെ ഒന്ന് സൂര്യനൊക്കെ പുറത്തേക്ക് വന്ന് കാലാവസ്ഥയൊക്കെ ഒന്ന് തെളിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ട്രക്ക് ഏരിയ മാത്രമാണ് മൂടിക്കെട്ടി നിന്നത്. അതാ ഇന്നലത്തെ മഞ്ഞുപെയ്ത്തിൻ്റെ ആയിരിക്കാം. അങ്ങനെ 2:45 ആകുമ്പോഴത്തേക്കും നമ്മൾ വേണ്ട ഫെയർഫീൽഡ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഫെയർഫീൽഡിൽ നിന്നാണ് പിക്കപ്പ്. നമ്മുടെ വിചാരം ഏകദേശം ഒരു 3-3:15 എത്തുമെന്നായിരുന്നു. പക്ഷേ നമുക്ക് അതിനേക്കാളും അടിപൊളിയായിട്ട് നേരത്തെ തന്നെ എത്താൻ പറ്റി എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ്. 2 കിലോമീറ്ററിൽ നമ്മൾ വെയർ ഹൗസ് എത്തും. നമ്മൾ നേരത്തെ ഈ ഫെയർഫീൽഡിൽ വന്നിട്ടുണ്ട് ഓരോരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈയിടെ തന്നെ നമ്മൾ ഫെയർഫീൽഡ് കാണിച്ചായിരുന്നു. നല്ല രസമുള്ള ഒരു ഏരിയ ഫെയർഫീൽഡ്. ഇവിടുത്തെ സിറ്റി നല്ല അടിപൊളി ഗാർഡൻസ് ഒക്കെ ആയിട്ട് നോക്കിക്കേ. എല്ലാ സൈഡിലും നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. ഇതിപ്പോൾ കറേജ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു റോഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിയാൻ പോവാം. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്നതായിരിക്കണം നമ്മുടെ വെയർ ഹൗസ്. അല്ല, അതെ നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം. ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ്. ഈ കാണുന്ന ആംകോർ എന്ന് പറയുന്ന കമ്പനി ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ ലോഡ് എടുക്കാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കമ്പ്യൂട്ടറിൽ സൈൻ ഇൻ ചെയ്യണം കേട്ടോ. പേപ്പറൊന്നുമല്ല, തന്നെ ആൾക്കാരും ഇല്ല, നമ്മൾ തന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം.
അടിപൊളി. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാരൊന്നുമായിട്ട് മിണ്ടേണ്ട ഒരു സാഹചര്യം വന്നില്ല. കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻക്ലൂഡിങ് ഫോൺ നമ്പറും പിക്കപ്പ് ഡീറ്റെയിലും എല്ലാം നമ്മൾ ചെയ്തിട്ടു. ഇനിയിപ്പോൾ സമയമാകുമ്പോൾ നമ്മളവർ വിളിച്ചിട്ട് ഡോഗ് നമ്പർ തരും, അങ്ങോട്ട് ബാക്കപ്പ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ. നമുക്കെന്തായാലും വണ്ടിയുടെ ഡോറൊക്കെ ഒന്ന് തുറന്നു വെച്ചേക്കാം. അല്ലേ വേണ്ട, അപ്പുറത്തെ സൈഡിലെ ഡോറ് തുറക്കാൻ പറ്റിയല്ല, നമ്മൾ ഭയങ്കര അടുപ്പിച്ചായിട്ടേക്കണം. അതുകൊണ്ട് ഒരു കിഡിലും വേറെ ദിവസമാട്ടോ, നല്ല പ്രോപ്പർ സെറ്റപ്പായിട്ടുള്ള എല്ലാം കൊള്ളാം. നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഏകദേശം 1/4 മണിക്കൂർ കഴിഞ്ഞു. സമയം എടുക്കുന്നതാണ്. എന്തായാലും ക്യൂവിൽ വേറെ ട്രക്കുകളൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, ഇന്ന് തന്നെ ലോഡ് കിട്ടിയാൽ മതി. എന്നാന്നറിയത്തില്ല, കുറച്ച് ദിവസമായിട്ട് നല്ല കൈയുടെ കുഴയ്ക്ക് ഒരു വേദനയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചിലർ ചോദിച്ചായിരുന്നു എൻ്റെ ഒരു വർക്കൗട്ടിൻ്റെ റൊട്ടീൻ എങ്ങനെയാണെന്നൊക്കെ. സാധാരണ ഇതിൽ നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള, എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ പുഷപ്പ് അടിക്കാൻ നോക്കും. എന്ത് ചെയ്താലും ഒരു 3 സെറ്റ് അങ്ങ് ചെയ്യാൻ നോക്കും. പറ്റണ പോലെയൊക്കെ വലിയ സെറ്റപ്പൊന്നുമില്ല കേട്ടോ. എന്നാലും ഇപ്പം നമുക്ക് മറ്റ് ബെനിഫിറ്റ് ഒന്നുമില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളെ ഒന്ന് ഷേപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കൂടാതെ ചിലർക്കുള്ള കൺസേൺ ആയിരുന്നു, നമ്മളിങ്ങനെ ട്രക്കിൽ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേർക്കൂല്ലേ, അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കാൻ നേരത്തെ ആകെ ബുദ്ധിമുട്ടാവില്ല എന്നുള്ളതൊക്കെ. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ലോ ആയതുകൊണ്ട് നമുക്ക് പൊതുവെ തണുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോഡി ഒന്ന് വാം ആവാനേ നമ്മുടെ ഈ ചെയ്യണമൊക്കെ ഒന്ന് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കട്ട ജിമ്മിലൊക്കെ പോയി ഒന്ന് ക്ലിയർ ആയിട്ടെല്ലാം ഒന്ന് ഓടുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്താലേ നമ്മളൊന്ന് വേർക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വർക്കൗട്ടുകളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. എവിടെയെങ്കിലും ഇപ്പോൾ ലേവർ കിട്ടുമോ അല്ല എവിടെയെങ്കിലും ഷവർ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരെ ഒന്ന് ഇച്ചിരി ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്ത് വേർത്ത് നേരെ പോയി ഷവർ എടുത്ത് വണ്ടി എടുക്കുന്ന ഒരു പരിപാടി. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ കുറച്ച് പുഷപ്പ് അടിച്ചാലോ കുറച്ച് സ്ക്വാറ്റ്സ് എടുത്താലോ അങ്ങനെയൊന്നും നമ്മൾ വേർക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ബോഡി വാം ആവും, അത്രേ ഉള്ളൂ. Mr. Joseph? Yes. Hey, can you go to door 29, please? Slide your tandems back. Make sure your trailer's clean. Yeah, sure, I'll do that. Thank you. And when you see green light, grab your par sticker and meet me in the office for Okay. your paperwork. Yeah, sure, I'll do that. Thank you. Okay, thank you. All right. Dog number 29 കിട്ടിയിട്ടുണ്ട്. വണ്ടി ഡോക്കിലിട്ടു. ഇതേണ്ട റെഡ് ലൈറ്റായി. അപ്പോൾ അവർ ലോഡിങ് തുടങ്ങിയിട്ടുണ്ട്. കുറേ നേരമായി എന്തോ ഒരു നല്ല മണം വരുന്നത് ശ്രദ്ധിച്ചപ്പോൾ അത് ഇത് കണ്ടത് കേട്ടോ. നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത ഒരു അടിപൊളി വെയർ ഹൗസാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം വർക്കൗട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ എന്തായാലും ലോഡിങ്ങിന് ഒത്തിരി സമയം എടുത്തില്ല കേട്ടോ. ഏകദേശം ഒരു 10-15-20 മിനിറ്റ് എടുത്തുള്ളൂ. ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫീസിൽ പോയി പേപ്പർ വർക്ക് മേടിക്കാം. ലോഡിങ്ങും കഴിഞ്ഞു, പേപ്പർ വർക്കും കിട്ടി, സെറ്റായി. ഓക്കെ,
വ്യാഴാഴ്ച പോയിട്ടത്തേക്ക് ദൈവം അനുഗ്രഹിച്ച വീടെത്തും, വേറെ വള്ളിയൊന്നും കിട്ടിയില്ലെങ്കിൽ. അങ്ങനെ നമ്മൾ വണ്ടി വലിച്ചിട്ടു. എംറ്റി പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് നമ്മൾ ഇപ്രാവശ്യം ഒൻറ്റാറൊക്കെ കൊണ്ടുവന്നത്. ലോഡൊക്കെ ഒന്ന് നോക്കി ഒരു സ്ട്രാപ്പ് ഇട്ടേക്കാം. ഓ നോക്കിക്കേ, ഒരു ലോഡ് ഫുള്ള് എംറ്റി പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അമ്മേ ഈശോ, വേണ്ട. പലപ്പോഴും നമ്മൾ കാണിച്ചിട്ടുള്ള അതെ നമ്മുടെ ഇപ്പം ടാൻഡമാക്സിൽ ഏറ്റവും പുറകിലാണ് സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുപോയിട്ടേക്കുന്നത്. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇച്ചിരി മുമ്പോട്ട് കൊണ്ടുപോകാം. അതിന് വേണ്ട ഇതേ പിടിച്ച് നമ്മൾ വലിക്കുമ്പം ആ സാധനം കയറിപ്പോകണ്ട, അതാണ് ലോക്ക്. അപ്പോൾ നമ്മൾ ഈ ബാക്കിലത്തെ ആക്സിലിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടേക്കുക. ബാക്കിയുള്ള ഭാഗത്തിൻ്റെ എല്ലാത്തിൻ്റെയും ബ്രേക്ക് റിമൂവ് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് തള്ളാം. നമ്മൾ നോക്കിക്കോണേ. ഇനി വീണ്ടും ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഇത് തന്നെ ഒന്നെങ്കിൽ പുഷ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തെ എയർ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഇത് ലോക്കായിട്ടില്ല, പക്ഷെ നമുക്ക് തിരിച്ച് പോയിട്ട് ലോക്ക് ചെയ്യാം. നമ്മളിപ്പോൾ അളവ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സീലിട്ടേക്കാം. അപ്പോൾ നമ്മൾ പേപ്പർ അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു, പേപ്പറും കൂടെ അയച്ചു കൊടുത്താൽ പോകാൻ റെഡിയായി. ഇപ്പോൾ ഇവിടുത്തെ ലൊട്ടിലൊടുക്ക് പരിപാടികളെല്ലാം കഴിഞ്ഞു. പേപ്പർ വർക്ക് അയച്ചു, വാഷ്റൂമൊക്കെ ഒന്ന് ഉപയോഗിച്ചു. നമുക്ക് പോയി വണ്ടി എടുത്ത് പോയേക്കാം. നമുക്ക് വലിയ വെയിറ്റ് ഇല്ലാത്ത ലോഡാണ് കേട്ടോ. In 400 meters, turn right on Chadbourne Road. When will I return? ഇപ്പോൾ റോഡിലേക്ക് കയറുമ്പോഴത്തേക്കും തിരക്ക് തുടങ്ങി കേട്ടോ. സമയം വൈകുന്നേരം 5:45 ഇവിടെ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടുള്ള ഹൈവേയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള റാമ്പുണ്ടല്ലോ, ആ റാമ്പിലും മീറ്റർ കാണും. ആ തിരക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മെർജ് ചെയ്യാനുള്ള വണ്ടികളുടെ എണ്ണം ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കില്ലേ. അപ്പോൾ ഈ ലൈറ്റ് വെച്ചാൽ എന്നാന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഗ്രീൻ തെളിയുമ്പോഴത്തേക്കും ഒരു വണ്ടിക്ക് മാത്രമേ ആ ഗ്രീനിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഹൈവേയിലേക്ക് മെർജ് ചെയ്യുന്നതിൻ്റെ ആ തിരക്കങ്ങ് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് റെഡാണ്, നമ്മുടെ ഗ്രീൻ വരുമ്പോൾ നമുക്ക് ഹൈവേയിലേക്കാണ്. 2 ലൈൻ ഉള്ളതുകൊണ്ട് അപ്പുറം ഇപ്പുറം 1.5 വെച്ചിട്ടായിരിക്കും ആ ഗ്രീൻ ലൈറ്റ് തെളിയുന്നത് കേട്ടോ. Continue on I-80. നമ്മളിപ്പോൾ ഉള്ളത് ട്രക്കി എന്ന് പറയുന്ന ഒരു വലിയ മൗണ്ടൻ്റെ മുകളിലുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ ചെയിൻ ഇടുന്ന ആ ഒരു മൗണ്ടൻ റേഞ്ച്. അപ്പം ഇവിടുത്തെ ഇന്നിപ്പം ദേവസ്യാച്ചൻ പറഞ്ഞ രാവിലെ ഇതുവഴി വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും തലേദിവസം പെയ്ത സ്നോ ഭയങ്കരമായിട്ട് കിടപ്പുണ്ടായിരുന്നതാണ്. ഇപ്പം നമ്മൾ വരുമ്പോൾ ടെമ്പറേച്ചർ 8 ഡിഗ്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്നോ എല്ലാം മെൽറ്റായി പോയിട്ടേ നിറയെ ഫോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചോണം, ക്യാമറയ്ക്കകത്ത് ഇതാണ് വിസിബിലിറ്റി എങ്കിൽ സെൻസർ ഒന്നുമില്ലാത്ത നമ്മൾ കണ്ണും കൊണ്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്നായിരിക്കും കാണാൻ പറ്റുന്നത്, അത്രയൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഫോഗാണ്. സമയം നമ്മുടെ ഏകദേശം 11:20 11:30 നമ്മുടെ ഒരു അടിപൊളി റീല് റിലീസാവുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അപ്പം നമ്മളെ യൂട്യൂബിൽ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹൈവേ ലോക്സും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത്
നമ്മളെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കണക്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ DM ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അയക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ നെവാഡയിലെ വിന്നിമുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തി പയ്യെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യും കേട്ടോ. ഇന്നിപ്പം മെയ് 6-ാം തീയതി കേട്ടോ. ഉച്ച കഴിഞ്ഞ് 5 മണിയാവുന്നു. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഉള്ളത് ലാർമിയോട് അടുക്കുന്നു, വയോമിങ്ങിൽ. നിങ്ങൾ നോക്കിക്കേ ചുറ്റുമുള്ള മൗണ്ടൻസിലെ സ്നോ. കാരണം ചില സമയത്ത് സ്നോയുടെയും വിൻ്ററിൻ്റെയും കാര്യം പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചിലരെങ്കിലും അത്ഭുതപ്പെടാറില്ലേ, ഇതിപ്പോൾ ഇവിടുത്തെ വിൻ്റർ ഇതുവരെ തീർന്നില്ലടേ എന്നുള്ളത്. മെയ് മാസം 6-ാം തീയതി ആലോചിച്ച് നോക്ക്. ഇത് പറഞ്ഞപ്പോഴാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജൂൺ ഫസ്റ്റ് വീക്ക് വരെ നമുക്ക് ചെയിൻ ഇടേണ്ട വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വയോമിങ്ങിലെ ലാർമിയൊക്കെ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ, ഷെയ്ൻ ഏരിയയിലേക്ക്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. തലേദിവസത്തെ മഞ്ഞ് പെയ്തിട്ട് ഇന്ന് നല്ല സണ്ണും കൂടെ ഉള്ളതുകൊണ്ടേ മരങ്ങളുടെ ഇടയിലൊക്കെ ഇങ്ങനെ വെള്ളച്ച് കിടക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. ഹായ്, ഇന്നിപ്പോൾ മെയ് 7-ാം തീയതി വ്യാഴാഴ്ച. നമ്മളിപ്പോൾ ഉള്ളത് മിഷിഗണിലാണ്. ഇന്നിപ്പോൾ നമ്മൾ വീടെത്തും. പക്ഷേ വീടെത്തുന്നതിന് മുമ്പ് നമുക്ക് ഡെലിവറി ചെയ്തിട്ട് വേണം. നമ്മൾ കൊണ്ടുവന്ന ലോഡ് വുഡ് ബ്രിഡ്ജിൽ ഡെലിവറി ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. സാറ് ഒരു പരിചയമില്ലാത്ത പോലെ വിട്ടുകൊണ്ടപ്പോൾ ഞാൻ ഓർക്കും ഇതാരാത്. എന്തായാലും റെസ്റ്റ് ഏരിയ വണ്ടി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. നമ്മുടെ ദേവസ്യാച്ചൻ ഫുഡ് കഴിക്കുന്നു. അവിടെ നല്ല കിടിലം കാലാവസ്ഥയാണ് നിങ്ങൾ കാണുന്ന പോലെ. അതുകൊണ്ട് പയ്യെ നമുക്ക് വണ്ടി എടുത്തേക്കാം. 242 കിലോമീറ്ററാണ് ബോർഡറിൻ്റെ അടുത്തേക്ക്. ഏകദേശം 300 കിലോമീറ്റർ ബോർഡറിലേക്ക്. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ 19 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ വെതറാണ്. ചെറിയൊരു കാറ്റുണ്ട്. ആ കാറ്റിൻ്റെതായ ചെറിയൊരു തണുപ്പുണ്ട്. എന്നാലും ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ആകാശമൊക്കെ എന്ത് സെറ്റപ്പായിട്ടാണ് ഇരിക്കണമെന്ന് നോക്കിക്കുക. പെയിൻറ്റിങ്ങിൻ്റെ അകത്തെ ആകാശം പോലെ. നമ്മളിപ്പം മിഷിഗണിലെ കലാമസു എന്ന് പറയുന്ന ഒരു സ്ഥലം കടന്ന് ബാറ്റിൽ ക്രീക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കയറിയേക്കുവാണേ. ശരിക്കും ഈ കലാമസു വേറെ എവിടെയൊക്കെ മഞ്ഞില്ലെങ്കിലും വിൻ്റർ സീസണിൽ ഈ ഒരു വട്ടത്തിൽ മാത്രം മഞ്ഞ് പെയ്യുന്ന ഒരു ഏരിയ. ഇവിടെ ചെക്കിംഗ് ഉണ്ടോ ചേട്ടാ? ആണോ? അണ്ണന്മാർ നിൽപ്പുണ്ട്. അപ്പുറത്തെ ലൈൻ അവിടെ ഒരുത്തൻ്റെ അവനെ എടുത്ത് ഞാൻ പുറയിലോട്ടിരിക്കുക. ആയിക്കോട്ടെ. അല്ല, ഇത് ബോർഡർ അല്ലേ? അല്ല, ഇവിടെ മറ്റവന്മാർ ചെക്കിങ് പിടിച്ചു കൊടുത്തിട്ടു. ഇത് ബോർഡർ പെട്രോൾ ആയിരിക്കും. നിങ്ങൾ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? നമ്മൾ ബോർഡർ ഇരിക്കുന്നതിന് കുഴപ്പമില്ല പറഞ്ഞു. നമ്മളെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഇങ്ങോട്ട് വാളാന്ന് പറയുമ്പോൾ കണ്ണു അതാ പറഞ്ഞ. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഓക്കെ, ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ രണ്ടാവുമ്പോൾ ഇതാവുമാര് പണ്ട് എന്നോട് എന്നെ രൂപയും കൂടെ പിടിച്ചിട്ട് പാരസെറ്റമോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തപ്പിയെടുത്ത് എന്നിട്ട് ചോദിച്ചു ഇത് എന്നാന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു പാരസെറ്റമോൾ, നമുക്കറിയില്ലോ. അതിനിവിടെ ഡിക്ലെയർ. ഈ പന്നന്മാർ പണ്ട് അത് വേറെ വല്ല കേസുകളാണോ? അല്ല, എന്തോ ഇച്ചിരി കൂടിയ കേസാണല്ലോ. സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേണ്ട ബോർഡർ എത്തിയിട്ടോ. ബോർഡറിൽ വേണ്ട വലിയ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഒരു സംഘം ആൾക്കാർ കോട്ടൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. റാൻഡമായിട്ടാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. നമ്മളെ മുമ്പിലുള്ളവനെ കൈവൊക്കെ കാണിക്കുന്നുണ്ട്.
നമ്മള് കടന്നു. ആണോ? രക്ഷപ്പെട്ടു. നമ്മളെ പുറകിലുള്ളവരെ പിടിച്ചു. അതാ ഞാൻ പറഞ്ഞ ഇവന്മാരെ നോട്ടം കണ്ടിട്ടേ നമ്മളറിയാതെ എങ്ങാനും പണ്ടിങ്ങനെ കണ്ണിങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ആ ചാൻസ് കൊടുക്കണ്ടാണല്ലോ. ഒന്നരാടനാണോ? കറക്റ്റ് അല്ല, ഒന്നരടല്ല. നമ്മളെ പുറകെ വന്നവനെയും പിടിച്ചു, അതിന്റെ അപ്പുറം ഉള്ളവനെയും പിടിച്ചു. നമ്മളും കടന്നു കിട്ടി. ഇച്ചിരി ഇതൊക്കെ ഉണ്ടോ? ഇച്ചിരി ഇതൊക്കെ കിടക്കുമ്പോ തന്നെ ഇപ്പം ആ സമയത്ത് ഇവിടെ തലയിൽ കെട്ടുകൊടുക്കണ്ട പെട്ടെന്ന്. തല കെട്ടണോ? ഞാൻ പണ്ടെന്നാന്ന് വെച്ചാ നമ്മളെ ഒരു കൗബോയ് ഹാറ്റ് എടുത്ത് സ്കെയിലൊക്കെ കയറുമ്പോ കൗബോയ് ഹാറ്റ് എടുത്ത് തല എന്നിട്ട് കണ്ണാടിയും വെക്കുക. അപ്പൊ നമ്മളീ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഇരുന്ന് ചാൻസ് കൊടുക്കണം. നമ്മളിവിടെ ഇരിക്കണമെന്ന് പറയുമ്പോൾ നിയമമില്ലല്ലോ അവിടെ ഇരിക്കണമെന്ന്. കറക്റ്റ് അവിടെ ബോർഡർ വരുമ്പോൾ എണീറ്റാൽ മതി. ഞാൻ അറിയാതെ നമ്മളത് നോക്കി പോയാൽ ചിലപ്പോൾ കറക്റ്റ് കണ്ണും കണ്ണൂടെ കോർത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ വരാൻ പറയും. Training officer. How many people in there? We are 2 of us. സമയം രാത്രി 10 മണിയായി. ഒരു മണിക്കൂറിനുള്ളിൽ ഇവരൊന്ന് ഇറക്കി തന്നാൽ മതിയായിരുന്നു. കാരണം എന്നിട്ട് വേണം നമുക്ക് യാടി കൊണ്ട് വണ്ടി ഇട്ടിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് ശ്രദ്ധിച്ചു കേട്ടോ. സാറിന് ഞാനിവിടെ സൈക്കിളൊന്നും ഓടിക്കാത്ത കാരണം ഇതിൻ്റെ റൂൾസ് എനിക്കറിയത്തില്ലായിരുന്നു. ഇത് ഇവിടെ ബൈക്ക് ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂസ് ബൈക്ക് ബോക്സ് ഫോർ ലെഫ്റ്റ് ടേൺ. അതായത് നമ്മുടെ റൈറ്റിലൊരു ചെറിയ സെപ്പറേറ്റ് സാധനം കണ്ടോ, അതൊരു ഗ്രീൻ ലൈനാണ്. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് പോകാനുള്ളവർ അതുവഴി പോയിട്ട് വേണ്ട ബൈക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ള ട്രാക്ക് ഉണ്ടോ അത് ഉപയോഗിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. ഈവൻ ക്രോസ് ചെയ്യാൻ നേരത്തും അങ്ങനെ വേണം പോകാൻ. അങ്ങനെ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട മേരിക്രോഫ്റ്റ് അവന്യൂ എന്ന് പറയുന്ന റോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ 21 എന്ന് പറയുന്ന അഡ്രസ്സിലാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്. ചേട്ടാ ഇതാണ് ഡോക്ക് കേട്ടോ. നമുക്ക് ഈ നമ്പർ 2 ഡോക്കാണ് കിട്ടിയേക്കുന്നത്. ചെക്ക് ഇൻ ചെയ്തു, നമുക്ക് ബാക്കപ്പ് ഇടാം. അങ്ങനെ നമ്മൾ ബാക്കപ്പ് ഒക്കെ ഇട്ട് ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ദേവസ്യാച്ചൻ പയ്യ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് 20 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ യാർഡിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ നമ്മുടെ ലോഡിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മൾ empty പ്ലാസ്റ്റിക്കാണല്ലോ കൊണ്ടുവന്നത്. നമ്മൾ സ്ട്രാപ്പ് ഇട്ടിട്ടല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ഇറക്കമുള്ളൊരു സൈഡിലേക്കാണ്. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രാപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് ഇത് മറിഞ്ഞൊന്നും വീണിട്ടില്ല. കാരണം ഇത് നല്ല പൊക്കമുള്ള പാലറ്റാണ്. അപ്പോൾ ഈ എന്നാ പറയുന്നത്, പൊക്കമുള്ള കിട്ടറം പോലെ അത് എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഉള്ളതല്ലേ. അപ്പോൾ ഇതുപോലെ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ തന്നെ ഉള്ള വേറൊരാൾ ഇതുപോലെ ഡെലിവറി ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഇതുപോലെ മോളിൽ നിന്നുള്ള പാലറ്റുകളെല്ലാം മറിഞ്ഞു വീണ് ഡോറ് തുറന്നപ്പോൾ താഴെ വീണു എന്നുള്ള കാര്യമൊക്കെ ഞങ്ങളിങ്ങനെ പൊതുവെ സംസാരിക്കുമായിരുന്നു. അപ്പം ലോഡ് സെക്യൂർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ അത് നോക്കണം. കാരണം നമ്മുടെ കണ്ടെയ്നർ ആയതുകൊണ്ട് നമ്മളങ്ങനെ പടതയൊന്നും വെച്ചൊന്നും കെട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് സാധനം വെച്ച് അടയ്ക്കുമല്ലോ. പിന്നെ ഈ ലോഡ് ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടി കുറേ പേരൊക്കെ പറയും നമ്മളോട് ഇത് ഇടരുതെന്ന്, സ്ട്രാപ്പൊന്നും കെട്ടരുതെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അത് കെട്ടുക എന്നുള്ളത് ലീഗലി ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്തമാണ് ലോഡ് സെക്യൂർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അടിപൊളിയായിട്ടാണ് കൊണ്ടത്. അതിൻ്റെ അത് കുറച്ച് 3-4 കുപ്പികൾക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട്. നമ്മളെ സ്ട്രാപ്പ് ഇരിക്കുന്ന ഒരു ഭാഗം ഞാൻ ഫോട്ടോയിൽ കാണിക്കാം. അപ്പോൾ കോൺവശം സൈഡ് വശം പണ്ട് ഇതുപോലെ നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനം ആരാണ്ടര ഇതുപോലെ തള്ളിയിരുന്നിട്ട് ഇയാൾ അതിൻ്റെ ഫോണിലായിരുന്നു. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല. ഈ നമ്മൾ വേറെ ഒരു രീതിയിൽ നിന്നിട്ട് ഡോറ് തുറന്ന് അശ്രദ്ധമായി തുറന്നപ്പം ഈ മോളിൽ നിന്ന് ഈ വെയിറ്റ് ഉള്ള ഒരു സാധനം ആരാണ്ടര തലയിൽ വീണിട്ടുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാ. അതിനെ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ 2 ഡോറും ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നോക്ക്, നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ ചില ലോഡുകൾ നമ്മളല്ലോ ലോഡിങ്ങിന് പോയേക്കുന്നത്, നമുക്കറിയില്ല. അതെ,
അപ്പോൾ അതിന്റെ ടോപ്പിലിരിക്കുന്ന ഈ ഡബിൾ സ്റ്റാക്ക് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നതിന്റെ ഇതാണെങ്കിലേ ചിലപ്പം അതെ മോള് വെയിറ്റ് കാരണം ഡോറിന്റെ ആ ലോക്ക് അങ്ങ് പിടിപ്പിക്കുന്ന വഴി തള്ളി പോരുകയും ചെയ്യും. നമ്മളെ കൈ കൊണ്ട് പിടിച്ചാൽ നിൽക്കുകയില്ല. അപ്പൊ ബാഗൊക്കെ എടുത്തു വെച്ചോ? എടുത്തു വെച്ചേക്കാം. ഇറക്കാൻ തുടങ്ങിയ ഒരു ലക്ഷണമില്ല. മറ്റേ ഡോക്ക് എടുത്തിട്ടിട്ടുണ്ട്, മറ്റേ ഡോക്കിന്റെ ആ റാമ്പേ. അതാ ഞാനും ചിന്തിച്ചേ. നമുക്ക് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ലോഡിംഗ് എല്ലാം ഓഫ് ലോഡിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മൾ പേപ്പർ വർക്ക് കിട്ടി, POD അയച്ചു കൊടുത്തു. ദേശാച്ചൻ നല്ല ഡോർ അടയ്ക്കുന്നു. പോയേക്കല്ലേ സാറേ? Turn left on Strata Drive. പുറത്ത് തണുപ്പാ അല്ലേ? ഇപ്പൊ പഴയ പോലെ വേറെ എൻഡിങ് ഓഡോമീറ്റർ 726 390 മൈൽസ്. 5279. അപ്പം ഇപ്രാവശ്യത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 5279 മൈൽസാണ് കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. ഞങ്ങൾ വൈകി വീട്ടിൽ പോകാനുള്ള സെറ്റപ്പാണ്. ഇപ്പോൾ സമയം എന്നായി? സമയം 12 മണി കഴിഞ്ഞു. ഓക്കെ, എന്നാൽ ശരി, ആയിക്കോട്ടെ. അടുത്ത ട്രിപ്പിന് വീണ്ടും സന്ധിക്കാം. ശരി.